ഹലോ ഗൈസ്, ജിതിനാണ്. ഈ ഒരു സ്പിരിച്വൽ ബഡി ടെമ്പിൾ സീരീസ് പാർട്ട് 2 വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ക്ഷേത്രം ഒട്ടുമിക്ക എല്ലാ തൃശ്ശൂർ നിവാസികളും അതുപോലെ എറണാകുളം നിവാസികൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം തൃശ്ശൂർ എറണാകുളം ബോർഡറിൽ ഉള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അമ്പലം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. गिरि नन्दिनि नन्दित मेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्ध्य शिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्ब. കേരളത്തിലെ ശക്തിപീഠങ്ങളിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ശക്തിപീഠം കൂടിയാണ് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഭഗവതി ക്ഷേത്രം, ദേവീക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി. കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. പ്ലാവിൻ തടിയിൽ പണ്ട്, അതായത് പരശുരാമൻ്റെ ഇറങ്ങിയിട്ട് ഇതിനകത്ത് ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ അത്രയ്ക്കും പഴക്കം ചെന്ന ഒരു ക്ഷേത്രങ്ങളിലാണ്. അതേപോലെ ചേരരാജാവിൻ്റെ ഇതും കൂടി പരാമർശിക്കുന്നുണ്ട്. കാരണം എസ്പെഷ്യലി പറയാനുള്ള കാര്യം, ഞാനൊക്കെ എപ്പോഴും കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു തമിഴ്നാട് വണ്ടി അവിടെ കാണും. തമിഴ്നാട്ടുകാരും ഉണ്ടാവും ഈ അമ്പലത്തിൽ എപ്പോഴും. കാരണം അവർക്കും ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. കണ്ണകിയായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു ദേവിയും കൂടിയാണ് കൊടുങ്ങല്ലൂരമ്മ. അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് വരാം. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം, അവിടെ ഏറ്റവും ഞാൻ പറഞ്ഞിരുന്നു, ആ ക്ഷേത്രത്തിലിരിക്കുന്ന മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതും പ്ലാവിൻ തടിയിൽ കൊത്തിയിട്ടുള്ള ഭദ്രകാളി പ്രതിഷ്ഠയാണ്. 8 കൈയുള്ള ഭദ്രകാളി രൂപം ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഭദ്രകാളി രൂപമായിട്ടാണ് കൊടുങ്ങല്ലൂരമ്മേനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, നോർത്ത് ഫേസിംഗ് ആയിട്ട്. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വഴിപാടുകളൊന്നാണ് ഗുരുതി പുഷ്പാഞ്ജലി. ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് നിങ്ങൾ എപ്പോഴേക്ക് പോകുന്ന അപ്പോഴേക്കും ഒരു ഗുരുതി പുഷ്പാഞ്ജലി അടിപ്പിക്കാൻ നോക്കുക. അതുപോലെ ഞാനൊരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നമുക്ക് ശത്രുദോഷമോ ശത്രുബാധ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂരമ്മയോട് പ്രാർത്ഥിച്ച് ഒരു മുട്ടറയ്ക്കൽ വഴിപാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് മുട്ടറയ്ക്കൽ എന്ന് പറയുന്നത് തേങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അതായത് നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് ഒരു ശത്രുമുട്ടിന് റെസിപ്റ്റ് നമ്മുടെ ദേവസ്വം കൗണ്ടറിൽ പോയിട്ട് മേടിക്കുക, തേങ്ങയുടെ ഒരു റെസിപ്റ്റ് മേടിക്കുക. ഈ തേങ്ങയും കൊണ്ട് നമ്മുടെ ക്ഷേത്രകുളത്തിൽ പോയിട്ട് രാവിലെ പോയിട്ട് ഈ പൂജയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും. എന്നിട്ട് ക്ഷേത്രകുളത്തിൽ പോയിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് കഴുകി നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയിട്ട് അമ്പലത്തിൽ പോവുക. നേരെ നമ്മുടെ ദേവിയുടെ സന്നിധിയിൽ കൊണ്ടുപോയിട്ട് ഈ തേങ്ങ കൊണ്ടുപോയിട്ട് പൂജിച്ച് മേടിക്കുക. അവിടെ തൊട്ട് ഫ്രണ്ടിലൂടെ ശിവഭഗവാനെ തൊഴുതിന് ശേഷം നേരെ പുറത്തോട്ട് കഴിയുമ്പോൾ നമ്മുടെ ദേവിയുടെ കാവൽക്കാരനായിട്ടുള്ള വീരഭദ്രസ്വാമിയുടെ അവിടെ പോവുക. ഈ തേങ്ങയും പിടിച്ച് നല്ലോണം പ്രാർത്ഥിക്കുക. എന്നിലുള്ള സർവ്വ ബാധ പ്രേത ദോഷങ്ങളെല്ലാം ഇതിനകത്തൂടെ പോണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വീരഭദ്രസ്വാമിയുടെ ചുറ്റിനും ഒരു 7 വട്ടം ചുറ്റുക. ചുറ്റിയതിന് ശേഷം നിങ്ങൾ നേരെ പുറത്തോട്ട് വരിക. ആ തേങ്ങ നിങ്ങളുടെ ബോഡി ആസകലം 7 വട്ടം ക്ലോക്ക് വൈസും 7 വട്ടം ആൻറ്റി ക്ലോക്ക് വൈസും ചുറ്റിയതിന് ശേഷം നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ ഫ്രണ്ടിലൊരു കല്ലുണ്ട് പൊട്ടിക്കാവുന്ന, അവിടെ കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോവുക. പോണ വഴിക്ക് അവിടെ ഒരു ശത്രുവടി കൂടി കഴിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണം എന്നേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ അങ്ങനെ മാറിക്കിട്ടും. കാരണം കുറേ പേർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ജസ്റ്റ് തൊഴുത് ഒരു പുഷ്പാഞ്ജലിയും കഴിച്ചു വരാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നെക്സ്റ്റ് ടൈം കൊടുങ്ങല്ലൂർ മുമ്പ് ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു, തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മഹാദേവ ക്ഷേത്രം കൂടിയാണ്. ഭയങ്കര പഴക്കം ചെന്നൊരു ക്ഷേത്രം കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞു, പരശുരാമനായിട്ട് ലിങ്കേജ് ആയിട്ടുള്ള അമ്പലങ്ങളാണ്. കാരണം അത്രയും തന്നെ പഴക്കം തിരുവഞ്ചിക്കുളത്തിനുണ്ട്. ഇവിടെ കണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പൂജ എന്ന് പറയുന്നത് മഹാമൃത്യുഞ്ജയ ഹോമമാണ്. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ പറയുമല്ലോ കാലം തെറ്റി മരിക്കാന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫലമാണ്. കാരണം കുറേ പേര്, എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ ഇത് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. കുറേ പേര് ലൈഫിലോട്ട് തിരിച്ചു വന്നവരുണ്ട്. അതായത് മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നവരുണ്ട് ഈ ഹോമം ചെയ്തിട്ട്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുവഞ്ചിക്കുളം. അവിടെയും പോയിട്ട് തൊഴാൻ പറ്റുമെങ്കിൽ അവിടെയും വന്ന് തൊഴുതിട്ട് വരിക. കാരണം ഈ 2 ക്ഷേത്രങ്ങളും അടുത്തടുത്ത ക്ഷേത്രങ്ങൾ, പോരാത്തതിന് കണക്ഷൻ ഉള്ള ക്ഷേത്രങ്ങളാണ്. കാരണം തിരുവഞ്ചിക്കുളത്ത് നിന്നാണ് ദേവിക്ക് ഭരണി സമയത്തൊട്ടൊക്കെ ഈ യാത്രകളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ താലപ്പൊലി നടക്കുന്ന സമയമാണ്.
ഞാൻ പേഴ്സണലി എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രം കൂടി ആയതുകൊണ്ടും പറയാനാണ് ഭയങ്കര പവർഫുള്ളായിട്ടൊരു ദേവിയാണ്, ഭയങ്കര ചൈതന്യമുള്ളൊരു ദേവിയാണ്. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക. ഗുരുവായൂരൊക്കെ പോകണ റൂട്ടിൽ തന്നെയുള്ള ക്ഷേത്രം കൂടിയാണ് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.